ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടു യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് വാസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഹമാസ് വേഴ്സസ് ട്രംപ്, ഇതാണിപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കാരണം ഹമാസിനെതിരെ ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. കാരണം ഹമാസിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലുകാരെ വിട്ടയക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹമാസ് അത് വൈകിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലികളെ വിട്ടയച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ബന്ദികളാക്കിയവരെ വിട്ടയച്ചില്ലെങ്കിൽ വീണ്ടും കടുത്ത വില നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് അടുത്ത ശനിയാഴ്ച ഉച്ചയോടുകൂടി ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്നും ഗാസയെ നരകമാക്കുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആകട്ടെ ഈ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് വെടിനിർത്തൽ കരാർ, അതായത് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നും തുടർന്ന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഹമാസ് നേരിടേണ്ടി വരുമെന്നും ബെഞ്ചമിനും പറഞ്ഞു. ഏതായാലും പശ്ചിമേഷ്യ വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം വെടിനിർത്തൽ കരാറിലൊക്കെ ഏർപ്പെട്ടിങ്ങനെ കുറച്ച് സമാധാനമായിട്ട് വരുമ്പോഴാണ് വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. ട്രംപ് ഇതിൽ ഇടപെട്ടതോടുകൂടി വീണ്ടും സംഭവങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം ട്രംപിൻ്റെ രണ്ടാം വരവിൽ ട്രംപിനൊരു നോട്ടമുണ്ട്. അതായത് ഗാസ പിടിച്ചെടുക്കുവാനായിട്ട്, ഗാസ അമേരിക്കയുടെ അധീനതയിലാക്കുവാൻ ട്രംപിനൊരു മോഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് ഒത്തൊരുമിച്ച് ഹമാസിനെ ഇല്ലാതാക്കുകയും ഗാസ പിടിച്ചടക്കുകയും ചെയ്യുകയാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയെ നരകമാക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെ തൂത്തുവാരി എറിയുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലുള്ള ഭീഷണിയാണ് അദ്ദേഹം ഇപ്പോൾ മുഴക്കിയിരിക്കുന്നതെന്ന് പറയാം. ഇതേ തുടർന്ന്, അതായത് ജോർദാൻ രാജാവുമായിട്ട് ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തിയതും ശ്രദ്ധേയമായി. ഏതായാലും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ കൂടിച്ചേർന്ന് ഇസ്രായേലിന് കട്ട പിന്തുണയായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ്, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലിന് കട്ട പിന്തുണയാണ്. അത് ജോ ബൈഡൻ ആയിരുന്നപ്പോൾ തന്നെയും ഇസ്രായേലിന് നല്ല പിന്തുണയായിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോഴും ഇസ്രായേലിന് നല്ല പിന്തുണയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതെന്ന് പറയാം. ഏതായാലും പശ്ചിമേഷ്യ വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം വീണ്ടും വെടിനിർത്തൽ കരാർ, അതായത് ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വീണ്ടും വെടിനിർത്തൽ കരാർ റദ്ദാക്കുകയും വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും വലിയ രീതിയിലേക്ക്, അതായത് ഇതുവരെ കണ്ടതിലും വലിയ ഭീകരമായ ഒരു കാര്യങ്ങൾ പോകാനായിട്ടാണ് സാധ്യത എന്നാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിനും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ വെടിനിർത്തലൊന്നുമില്ലാതെ ഇങ്ങനെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഇസ്രായേൽ പാലസ്തീൻ സംഭവം, ഹമാസ് സംഭവം വീണ്ടും ചൂടെടുത്തിരിക്കുകയാണെന്ന് പറയാം. ട്രംപിൻ്റെ ഈ പ്രസ്താവനയോടുകൂടി വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശനിയാഴ്ച വരെയാണ് അവർക്ക് സമയം കൊടുത്തിരിക്കുന്നത്. ശനിയാഴ്ചയ്ക്കുള്ളിൽ വിട്ടയച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരുമെന്നും വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് ഇരു നേതാക്കളും ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ട്രംപ് ആകട്ടെ ബെഞ്ചമിൻ ആയിക്കോട്ടെ, ഇവർക്ക് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്ന് പറയാം. ഏതായാലും അത്ര ശുഭകരമായ വാർത്തകളല്ല ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്ന ആ ഒരു സംഭവത്തിന് വീണ്ടും അടുത്ത ലെവലിലേക്കുള്ള ടിസ്റ്റാണ് ഇപ്പോൾ ട്രംപ് കൊളുത്തിവിട്ടിരിക്കുന്നത്. ഗാസ അദ്ദേഹത്തിനൊരു നോട്ടമുണ്ട്. ഗാസ പിടിച്ചടക്കണം, ഗാസ അമേരിക്കയുടെ അധീനതയിലാക്കണമെന്ന് അദ്ദേഹത്തിനൊരു നോട്ടമുണ്ട്. ഏതായാലും അതിനൊക്കെ കൂടി വേണ്ടിയാണ് അദ്ദേഹം ഇസ്രായേലുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത്. ഏതായാലും ഒരിക്കലും അവസാനിക്കാത്ത ഇവർ തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.